morning, guys. Welcome back to my YouTube channel. സമയം 12 മണിയായി. ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് കിടന്നുറങ്ങി. ഇപ്പോൾ ഉറക്കിയിട്ട് ഉറക്കാൻ പറ്റുന്നില്ല ഗൈസ്. ഞാൻ പോയിട്ട് ഫ്രഷപ്പ് ആയിട്ട് വരാം ഗൈസ്. ഫോണിൽ ചാർജില്ല, ചാർജിന് വെച്ചിട്ട് ഫ്രഷപ്പ് ആയിട്ട് വരാം. അപ്പം ഞാൻ ഫ്രഷ് ആയിട്ട് വന്ന്. ഇന്ന് സാറ്റർഡേ ആണ്, യൂഷ്വലി ക്ലാസ് ഉണ്ട്, പക്ഷെ ഇന്ന് ആകെ 3 hours ക്ലാസ് ഉള്ളൂ. അതുകൊണ്ടാണ് ഇന്ന് ക്ലാസ്സിന് പോകാണ്ടിരുന്നത്. പിന്നെ നല്ല ടയേർഡാണ്, വയ്യാത്ത പോലെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ചു ലീവ് എടുക്കാമെന്ന്. ലേറ്റായിട്ട് എണീറ്റുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് വലിയ ആഡംബരമാക്കാൻ നിന്നിട്ടില്ല. ഒരു കോഫിയും ബനാനയും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക ചെയ്തേ. യൂഷ്വലി ക്ലാസ്സിലെ ദിവസം ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാറാണ് പതിവ്. കാരണം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനോ അത് കഴിച്ചിട്ട് പോകാനുള്ള ടൈം നമുക്ക് കിട്ടാറില്ല. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ എന്നെല്ലാം പറഞ്ഞ് ഫുഡിൻ്റെ കാര്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ എപ്പോൾ എൻ്റെ വീട് മിസ് ചെയ്യും. വീട്ടുകാർ, കസിൻസ്, അച്ഛൻ, അമ്മ, നാട്ടിൽ പോകണം എന്നൊക്കെ തോന്നും. പക്ഷെങ്കിൽ ഇനി ആകെ 2 മാസം ബാക്കിയുള്ളൂ എന്ന് ആലോചിക്കുമ്പോൾ ഓക്കെ, ലെറ്റ് ഇറ്റ് ബി എന്നുള്ളൊരു ചിന്ത വരും. കാരണം ഇനി 2 മാസം കഴിഞ്ഞ് നാട്ടിലെത്തിയില്ലായിരിക്കും ചിലപ്പോൾ ഞാൻ പഞ്ചാബ് മിസ് ചെയ്യുക. ഇവിടുന്ന് കഴിച്ചു കൂട്ടിയ ഒരു 2 കൊല്ലം എക്സാക്ട്ലി പറയാൻ പറ്റില്ല, 1.5 കൊല്ലം എങ്ങനെയായിരുന്നെന്ന് ഞാൻ ചിലപ്പോൾ വീട്ടിലെത്തിയില്ലായിരിക്കും മിസ് ചെയ്യുക. അതുകൊണ്ട് തന്നെ വല്ലപ്പോഴും ഒരു കൊല്ലത്തിന് ശേഷം 2 കൊല്ലത്തിന് ശേഷം ഈ വ്ളോഗ്സ് എടുത്ത് നോക്കുമ്പോൾ ചിലപ്പം സങ്കടമാവാനുള്ള സാധ്യതയുണ്ട്. ചില സമയത്ത് ഓരോ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ഇത്രയും ഹോം സിക്ക് പേഴ്സണായ ഞാൻ 1.5 കൊല്ലം ഇവിടെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത് അതെൻ്റെ ഒരു വലിയ അസറ്റായിട്ട് ഞാൻ കണക്കാക്കാറുണ്ട്. പലപ്പോഴും ചില കുട്ടികൾക്ക് അങ്ങനെ പറ്റാറില്ല. ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്. ഞാൻ ഹോസ്റ്റലിൽ നിൽക്കുന്ന സമയത്ത് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല, ഭക്ഷണം ശരിയില്ല, വീട്ടുകാരില്ലാണ്ട് പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ കുട്ടികൾ കോഴ്സ് ഡ്രോപ്പ് ഔട്ട് ചെയ്തിട്ട് പോയിട്ടുള്ളത്. സോ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത്രയും കൊല്ലം എൻ്റെ പാരൻസിൻ്റെ സപ്പോർട്ട് കൊണ്ടും ഫാമിലീൻ്റെ സപ്പോർട്ട് കൊണ്ടും എനിക്ക് ഇവിടെ ഇത്രത്തോളം നിൽക്കാൻ പറ്റിയതിൽ ഞാൻ ഭയങ്കര പ്രൗഡാണ്, ബ്ലെസ്ഡാണ്. നമ്മൾ കഥ പറഞ്ഞ് വിഷയത്തിൽ നിന്ന് തെന്നിമാറിയോ എന്നൊരു ഡൗട്ട്. സോ നമുക്ക് ഇവിടത്തേക്ക് തിരിച്ചു വരാം. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ബനാനയും കോഫിയും വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് മിക്കവാറും എല്ലാ യൂഷ്വൽ ഡേയ്സ്, അതായത് വർക്കിംഗ് ഡേയ്സ്, മൺഡേ ടു ഫ്രൈഡേ അല്ലെ മൺഡേ ടു സാറ്റർഡേ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനോ അത് ഉണ്ടാക്കി കഴിക്കാനുള്ള ടൈമോ നമുക്ക് ഒരിക്കലും കിട്ടാറില്ല. സോ അത് സ്കിപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഓടി കോളേജിലേക്ക് പോവാറ്. സോ ഇപ്പോൾ ഇങ്ങനെ കിട്ടുന്ന ഫ്രീ ടൈമിൽ നമ്മൾ എന്തേലും അറ്റ്ലീസ്റ്റ് ഒരു കോഫി എങ്കിലും ഉണ്ടാക്കിയിട്ട് രാവിലെ കഴിക്കാറുണ്ട്. അപ്പോൾ അത് കഴിച്ചതിന് ശേഷം ഞാനൊരു ഫിലിം ഡൗൺലോഡ് ചെയ്യാൻ വെച്ച് പിന്നെ സ്പീക്കറിൽ പാട്ട് വെച്ച് കുറച്ച് സമയം പാട്ട് കേട്ടിരുന്ന്. കാരണം ചില സമയത്ത് ഭയങ്കര വർക്ക് ലോഡും പ്രഷറൊക്കെ വരുന്ന സമയത്ത് ഒന്നും ഇങ്ങനെ ഒരു റെസ്റ്റ് ടൈം കിട്ടാറില്ല. സോ ഇങ്ങനെ ചില സാറ്റർഡേ സൺഡേസ് കുറച്ച് അനക്ക് വേണ്ടി മാത്രമായിട്ട് ഞാൻ എൻ്റെ ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട്. ലൈക്ക് എനിക്ക് ആ ടൈം ആരെടുത്തും സംസാരിക്കാൻ താല്പര്യമില്ല. അത് ഫ്രണ്ട്സിനടുത്തായാലും ആരെടുത്തും ഞാൻ അനക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യും. പുറത്ത് ഭയങ്കര ചൂടാണ്. ക്ലോത്ത്സ് കുറച്ച് വാഷ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. സോ അത് ഉണങ്ങിയോ നോക്കാൻ പോയപ്പോഴാണ് കുറച്ച് ബേബി ലെമൺസ് ഇങ്ങനെ വളർന്ന് ഞാൻ കണ്ടത്. സോ അതിനെല്ലാം ഒന്ന് പോയി നോക്കി. അതിന് ശേഷം പോയി കുളിച്ച് എന്നിട്ട് ഞാൻ ഭക്ഷണം ഉണ്ടാക്കി. ഭക്ഷണം ഉണ്ടാക്കുമ്പോഴത്തേക്ക് ലേറ്റായി. അതുകൊണ്ട് പിന്നെ ഫോണൊന്നും എടുക്കാൻ പറ്റില്ല. വേഗം ഭക്ഷണം ഉണ്ടാക്കാൻ പോയി. സോ ഭക്ഷണം ഉണ്ടാക്കി. കുക്കിംഗ് അറിയാൻ തന്നെ കുക്കിംഗ് പഠിപ്പിച്ചത് അഞ്ജലിയാണ്. സോ ആദ്യമായിട്ട് ഓരോ ഡിഷ് ട്രൈ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അതുപോലെ തന്നെ അത് അവളെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിച്ചിട്ട് അവളെ റിയാക്ഷൻ കാണാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ ഞാൻ ഇന്ന് ഉണ്ടാക്കിയ ഡിഷ് അവൾക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ എനക്കും നല്ലോണം വിശന്നതുകൊണ്ട് ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് കഴിച്ചു. അവൾ ഓൾറെഡി കഴിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് അവളും കഴിച്ചു, ഞാനും കഴിച്ചു. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. ഈ ഭക്ഷണം കഴിക്കുന്ന ടൈം 4 മണിയാണെന്ന് നിങ്ങൾ ഓർക്കണം. കാരണം അത്രയും എണീക്കാൻ ഓൾറെഡി ലേറ്റ് ആയതുകൊണ്ട്, ബ്രേക്ക്ഫാസ്റ്റും ലേറ്റ് ആയതുകൊണ്ട് ലഞ്ച് ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് അതും ലേറ്റായി.
സോ നമ്മളങ്ങനെ ലഞ്ച് കഴിച്ചു. പുതിയ പുതിയ ഡിഷസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ആരും സഹായിച്ചിട്ടില്ലെങ്കിൽ കൂടി എനിക്ക് ഒറ്റയ്ക്ക് എൻ്റേതായ ഒരു പേഴ്സണൽ സ്പേസിൽ ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് ഞാൻ എങ്ങനെയെങ്കിലും എൻ്റേതായ റെസിപ്പിയോ അല്ലെങ്കിൽ യൂട്യൂബ് നോക്കിയിട്ടോ എല്ലാം ഞാൻ ട്രൈ ചെയ്യും. അതിനൊന്നും എനിക്ക് ഒരു കുഴപ്പമില്ല. ന്യൂ ഡിഷ് ട്രൈ ചെയ്യുന്നതിനെക്കാട്ടും ടഫാണ് ഈ ഉണ്ടാക്കിയിട്ട് ബാക്കി വന്ന പ്ലേറ്റ്സ് കഴുകി വെക്കുക എന്നുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര ടഫസ്റ്റ് ടാസ്ക്കാണ്. എനിക്ക് തീരെ താല്പര്യമില്ലാത്ത സാധനമാണ്. ബട്ട് എന്നാലും നമ്മൾ വൃത്തി നോക്കണം, കഴുകി വെക്കണം, ചെയ്യണമല്ലോ, നമ്മൾ തന്നെ ചെയ്യണം. നമ്മളെ ഡ്യൂട്ടി വേറെ ആരും വന്ന് ചെയ്യില്ല. സോ നമ്മൾ തന്നെ ചെയ്യേണ്ടത് കൊണ്ട് എല്ലാം കുത്തിയിരുന്ന് ക്ലീൻ ചെയ്ത് അതിനുശേഷം ഓൾറെഡി ക്ലൈമറ്റ് ഭയങ്കര ചൂടാണ്. ഈ പണിയെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഭയങ്കര വേർത്ത് കുളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് സമയം ഞാൻ റെസ്റ്റ് എടുത്ത് പോയിട്ട് ഭക്ഷണവും കഴിച്ച് നല്ലോണം ഉറങ്ങി. നല്ലോണം ഉറങ്ങിക്കഴിഞ്ഞിട്ട് ഇപ്പം എണീറ്റ് കഴിഞ്ഞിട്ട് ഞാൻ 2 റീൽസ് എടുത്തതിൻ്റെയാണ് ലിപ്സ്റ്റിക്, ഐലൈനർ ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം കാണുന്നത്. പിന്നെ ചായ കുടിക്കണം എന്നുണ്ട്, പക്ഷേ ലേറ്റായിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ട് ചായ വേണ്ടാന്ന് വിചാരിച്ചു. ഗൈസ്, ഇതാണ് എൻ്റെ അഞ്ജലി. ഗൈസ്, മൈ അഞ്ജലി. अभी नहीं है वैसे rather than ശരിയോ? ശരി. Anjali, what do you want to tell to my subscribers? what I tell. Don't subscribe her channel because she is putting that thing again and again. Don't subscribe it. When she put the dance ka video, then we will subscribe. വൈകുന്നേരങ്ങളിൽ കുറച്ച് സമയം ഭക്തിമാർഗം സ്വീകരിക്കാറുണ്ട്. ഓള് ഭയങ്കര ഭക്തയാണ്. ഞാനും മോശമില്ല, പക്ഷെ എന്നാലും അത്രയില്ല. അപ്പോൾ അങ്ങനെ വൈകുന്നേരം പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ചന്ദനമൊക്കെ തൊട്ട് ഐ ഫീൽ ബ്ലെസ്ഡ്. വൈകുന്നേരം ആയപ്പോൾ ഒന്ന് പുറത്തിറങ്ങി. കാരണം ചില സമയത്ത് അഞ്ജലി ഭക്ഷണം ഉണ്ടാക്കാറില്ല, ടിഫിൻ സർവീസാണ് എടുക്കാറ്. സോ ടിഫിൻ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവിടെ അടുത്തൊരു വീട്ടിൽ ആൻറ്റി ആക്കി വെക്കുന്നതാണ്. സോ നമ്മൾ അവിടെ പോയി എടുക്കണം. സോ അങ്ങനെ ഞങ്ങൾ 3 ആളും അവിടെ പോയി എടുത്തു. We brought milk. You got your tiffin. Happy? Too happy. Today's paneer and matar paneer. So I'm too happy. പോയി വന്നതിന് ശേഷം ഞാൻ വേഗം ഡിന്നർ പ്രിപ്പയർ ചെയ്ത് എന്നിട്ട് ഞാൻ പഠിക്കാനിരുന്ന്. സോ ഇതാണ് എൻ്റെ ഒരു സാറ്റർഡേ ഡേ എന്ന് പറയുന്നത്. വലിയ രസമൊന്നുമില്ല, ബട്ട് എന്നാലും യൂഷ്വലി ഉള്ളതിനെക്കാട്ടും കുറച്ച് ഡിഫറൻസ് ആയിരിക്കും. മെയിൻലി റെസ്റ്റ് ആണ്, പക്ഷെ എന്നാലും ഇങ്ങനെയാണ് സാറ്റർഡേ സൺഡേസ് ലീവ് ആണെങ്കിൽ അധികവും പോവാറ്. എനിക്ക് ഒരിക്കലും ഡേ ഇൻ മൈ ലൈഫ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ ഇന്ന് ഞാൻ കംപ്ലീറ്റ് ചെയ്ത്. സോ ഐ എം വെരി ഹാപ്പി. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.